മൊഡാലിനകത്ത് വരുന്ന എന്തൊക്കെയായിരുന്നു? അത് നമ്മൾ മൊഡാലാണ് തുടങ്ങിയത്. ക്യാന്, വുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ്, ഔട്ട് ടു. ഇത്രയായിരുന്നു മൊഡാലിനകത്ത് വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നെടുത്ത് സ്പെസിഫിക് ആയിട്ട് പഠിച്ചു. 5 മൊഡാൽ വരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചത് ക്യാൻ ആയിരുന്നു. ക്യാൻ എന്തിനൊക്കെയായിരുന്നു? എബിലിറ്റീസിനെ കാണിക്കാൻ വേണ്ടി, പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എബിലിറ്റീനെ കാണിക്കാൻ ഉപയോഗിക്കാം, പോസിബിലിറ്റീസ് കാണിക്കാൻ ഉപയോഗിക്കാം, അതേപോലെ തന്നെ പെർമിഷൻസ് കൊടുക്കാനും അതുപോലെ തന്നെ പെർമിഷൻസ് ചോദിക്കാനും യൂസ് ചെയ്യാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ശ്രദ്ധിക്കാനായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞത്. എബിലിറ്റി കാണിക്കുന്നത് എങ്ങനെയാണ്? ഷീ ക്യാൻ സ്വിം വെരി വെൽ, അവർക്ക് നന്നായിട്ട് നീന്താൻ കഴിയും. ദെൻ പോസിബിലിറ്റി, ഇറ്റ് ക്യാൻ ഗെറ്റ് റിയലി കോൾഡ് ഇൻ വിന്റർ. ഓക്കെ, അവിടെ അതൊരു പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. വിന്ററിൽ നല്ല കോൾഡ് ഉണ്ടാവും, ഏകദേശം നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ അതൊരു പോസിബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ദെൻ പെർമിഷൻ, യു ക്യാൻ ലീവ് ഏർലി ടുഡേ, ഒരു പെർമിഷൻ കൊടുക്കുകയാണ്, ഇന്ന് നിനക്ക് നേരത്തെ പോകാം. അതേപോലെ തന്നെ പെർമിഷന്റെ കൂടെ തന്നെ പെർമിഷൻ നമ്മൾ ചോദിക്കുമ്പോഴാണ് അതിന് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. സോ റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ്? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ്, അവിടെയും ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ക്യാൻ, ഈ അത് ക്യാനിന് പകരം എന്ത് ഉപയോഗിക്കാന്ന് ഞാൻ പറഞ്ഞു, ഏബിൾ ടു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്, ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുമോറോ. അതിന് പകരം നമുക്ക് ഐ കാനോട്ട് ബി ഏബിൾ ടു, ഇങ്ങനെ 2 വാക്കുകൾ, അതായത് കാനോട്ടും നോട്ട് ഏബിളും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ക്യാനും ഏബിളും ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂപ്പർ പ്ലസ് ആണ്. ഓക്കെ, സെയിം മീനിങ് ഉള്ള 2 സാധനം ഒരു അതായത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സൂപ്പർ ക്ലോസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ ഒരു മിനിറ്റ്, റെക്കോർഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്. അപ്പം നെക്സ്റ്റ് പഠിച്ചോ കുഡ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ പാസ്റ്റ് എബിലിറ്റീസും നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന കഴിവുകൾ, അതായത് ഇപ്പൊ ആ കഴിവുകൾ ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം, പക്ഷെ ഇറ്റ് വാസ് ഇൻ ദ പാസ്റ്റ്. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, പോസിബിലിറ്റീസ് കാണിക്കാൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കിയാൽ മതി. പാസ്റ്റ് എബിലിറ്റീസ് എങ്ങനെയാണ്? വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ 4 മൈൽസ്. ചെറുതായിരുന്നല്ലോ, ഇപ്പൊ പ്രായമായിക്കാണ്, ഇപ്പൊ അതേപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ പണ്ട് എനിക്ക് ഒരുപാട് ദൂരം ഓടാൻ സാധിച്ചിരുന്നു. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റുകൾക്ക് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാം? കുഡ് യു പാസ് മീ ദ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. ഓക്കെ, ഒരു ടേബിളിലൊക്കെ ഇരിക്കുമ്പം, ഒരു ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പൊളൈറ്റ് ആണ്. ഓക്കെ, ഒരു ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മളൊരു ജോലിയൊക്കെ കിട്ടിയ ഒരു ഓഫീസിലൊക്കെ ചെന്ന് എല്ലാവരോടും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ മലയാളത്തിലേ പറയത്തുള്ളൂ, ഇനി ഇംഗ്ലീഷിൽ പറയേണ്ട ഒരു സാഹചര്യം വരികയാണ്, നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ദെൻ പോസിബിലിറ്റി കാണിക്കാൻ, ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ. അതേപോലെ കണ്ടീഷണൽ സെന്റൻസസ് ഉണ്ട്, അതിപ്പം നോക്കണ്ട, നമുക്ക് കണ്ടീഷണൽ സെന്റൻസസ് പഠിക്കാനുണ്ട്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ആണ്, സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ കണ്ടില്ല, ഇഫ് ഐ കുഡ് ഫ്ലൈ ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഓക്കെ, ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ഹൈപ്പോത്തറ്റിക്കൽ ആണ്. അവിടെ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അടുത്തത് പഠിച്ചത് മേ ആയിരുന്നു. മേ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? പെർമിഷൻ, പോസിബിലിറ്റി, അതേപോലെ തന്നെ വിഷസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മേ ഗോഡ് ബ്ലസ് യു, അല്ലെങ്കിൽ മേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേ യു ഹാവ് എ ഹാപ്പി ലൈഫ്. ഇതെല്ലാം നമുക്ക് വിഷ് കൊടുക്കാൻ വേണ്ടി, ഒരാളെ ആശംസകൾ നേരാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ പെർമിഷൻസ് കൊടുക്കാം, യു മേ ഗോ നൗ, അല്ലെങ്കിൽ മേ ഐ ഗോ നൗ, ക്യാൻ ഐ ഗോ നൗ, 2 സെയിം ആണ്. ഓക്കെ, ഇറ്റ് മെയ്സ് നോ ടുമോറോ, നാളെ മഞ്ഞ് പെയ്യാൻ സാധ്യതയുണ്ട്, ദാറ്റ് ഇസ് പോസിബിലിറ്റിക്ക്. ഇറ്റ് ക്യാൻ സ്നോ ടുമോറോ ഈസ് ഓൾസോ റൈറ്റ്. മൈറ്റ്, അടുത്ത പഠിച്ച മൈറ്റ് ആയിരുന്നു. അവിടെ പ്രത്യേകത എന്തായിരുന്നു? ലെസ് സർട്ടൺ പോസിബിലിറ്റി. ഇവിടെ നമുക്ക് പോസിബിലിറ്റിക്ക് വേണ്ടി മൈറ്റ് യൂസ് ചെയ്യാം, സോറി, മേയുടെ പോലെ തന്നെ മൈറ്റ് യൂസ് ചെയ്യാം. ബട്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മേയുടെ അത്ര ഒരു ഉറപ്പുണ്ടാവില്ല മൈറ്റ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അവിടെ സർട്ടനിറ്റി ലെസ് ആണ്.
ദെൻ പൊളൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടി മെയിനേക്കാളും ബെറ്റർ ഏതാണ്? മൈറ്റ് ആണ്. ഹിയർ എക്സാമ്പിൾസ് നോക്കി. വീക്ക് പോസിബിലിറ്റി, ഇറ്റ് മൈറ്റ് റെയിൻ ലേറ്റർ. അവിടെ ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും, എന്നാലും വെറുതെ ഒരു ഗസം അടിക്കുകയാണ്, അവിടെ അത്ര ഉറപ്പില്ല. ഇപ്പൊ മെയ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവനത് നല്ല കാർമേഘമൊക്കെ കണ്ടുകൊണ്ട് പറയുന്നതെന്ന് നോക്കാം. അപ്പൊ അങ്ങനെയാണ് ഇത് തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് വരുന്നത്. ദെൻ പൊളൈറ്റ് സജഷൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജോലിക്കൊക്കെ കയറിയിട്ട് ഇപ്പൊ നമ്മുടെ നല്ല സൂപ്പർ സീനിയേഴ്സ്, നല്ല സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ നമ്മൾ സജഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ഇനി എങ്ങാനും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം? നമ്മൾ പൊളൈറ്റ് ആയിട്ട് പറയും. പൊളൈറ്റ് ആയിട്ട് പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൈറ്റ് യൂസ് ചെയ്യാം. അവർക്കൊരു സജഷൻ കൊടുക്കുകയാണെങ്കിൽ, നമുക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഈഗോ ഹർട്ട് ചെയ്യാണ്ട് എങ്ങനെ പറയാം? യു മൈറ്റ് വാണ്ട് ടു ട്രൈ ദ ന്യൂ റെസ്റ്റോറൻറ്റ്. ഇവിടെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിരുന്നാൽ പോലും മൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊളൈറ്റ്നെസ് കുറച്ച് കൂട്ടിയെടുക്കാം. ദെൻ പാസ്റ്റ് പോസിബിലിറ്റി, ഷീ സെഡ് ഷീ മൈറ്റ് ബി ലേറ്റ്. അവള് വരാൻ താമസിക്കുമായിരുന്നു പറഞ്ഞായിരുന്നു. ഓക്കെ, അവിടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പോസിബിലിറ്റിയാണ്. അവള് ചിലപ്പോൾ താമസിച്ച് വരാണ്ടിരിക്കാം, ഡസൻ മാറ്റർ, പക്ഷെ അവിടെ ഒരു പോസിബിലിറ്റി ആണ്. അത് കഴിഞ്ഞിട്ട് ഏതാ പറഞ്ഞത്? മസ്റ്റ്. ഇവിടെ മസ്റ്റ് വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, മസ്റ്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? സ്ട്രോങ് നെസസിറ്റി, ഒബ്ലിഗേഷൻ, ലോജിക്കൽ, സെർട്ടനിറ്റി, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കടമകൾ കാണിക്കാം, സ്ട്രോങ് ആയിട്ടുള്ള ആവശ്യങ്ങൾ കാണിക്കാം. ലോജിക്കലി നമ്മളത് മസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇത് ലോജിക്കലി ഇത് കറക്റ്റ് ആയിരിക്കും, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. നോക്കി ഇവിടെ ഒബ്ലിഗേഷൻസ് നോക്കിക്കേ. യു മസ്റ്റ് വെയർ എ സീറ്റ് ബെൽറ്റ്, അത് നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, സേഫ് റൈഡിന് നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്തിരിക്കണം. ദെൻ ലോജിക്കൽ സെർട്ടനിറ്റി, ഷീ മസ്റ്റ് ബി അറ്റ് ഹോം നൗ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവള് ഈ സമയത്ത് ഇറങ്ങി 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. സോ ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവൾ വീട്ടിലെത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് അവിടെ മസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തത് പ്രൊഹിബിഷൻ, യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ. അത് ഒരു പ്രൊഹിബിഷൻ ആണ്. വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീത് കൊടുക്കുന്ന പോലെയാണ്. യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ. ഓക്കെ, അത് വളരെ സ്ട്രോങ് ആണെന്ന് ഓർക്കുക. മസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് സ്ട്രോങ് ആണ്. മറ്റേതൊക്കെ പോസിബിലിറ്റീസ് ആയിരുന്നു, മേയും മൈറ്റൊക്കെ, പക്ഷെ മസ്റ്റ് ദാറ്റ് ഈസ് സംതിങ് സ്ട്രോങ്. ഓക്കെ, അടുത്ത മോഡലിലോട്ട് പോവാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട്. അടുത്ത നോക്കിയേ, ഷാൾ ആണ്. ഷാൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ഒരു ഫ്യൂച്ചർ ഇന്റന്റ്, ഓഫേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ ഒബ്ലിഗേഷൻസിനെ കാണാൻ വേണ്ടിയിട്ട് ഷാള് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് ഷാൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഭാവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഷാളും അതേപോലെ തന്നെ വില്ലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഓക്കെ, ഫ്യൂച്ചർ ഇന്റന്റിനെ പറ്റി പറയുന്നത് നോക്കി. ഐഷാൾ നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഒരു ഉദ്ദേശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചർ ഇന്റന്റ്, ഐ ഷാൾ റിട്ടേൺ ടുമോറോ. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നാളെ വരാനാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ മീൻ. ഐ ഷാൾ റിട്ടേൺ ടുമോറോ, ഞാൻ നാളെ വന്നേക്കാം, ഞാൻ നാളെ വരും. ഫ്യൂച്ചറിലോട്ടാ പറയുന്നത്. അടുത്ത നോക്കിയേ, സജഷൻസിന്റെ എക്സാമ്പിൾ നോക്കി. ഷാൽ വി ഗോ ഫോർ എ വോക്ക്, ഒരു സജഷൻ കൊടുക്കുകയാണ്, നമുക്ക് ഒന്ന് നടന്നിട്ട് വന്നാലോ ചോദിക്കുകയാണ്, ഒരു സജഷൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഓഫർ ചെയ്യുകയാണ്, നമ്മൾ പറയുകയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുക. ഷാൽ വി ഗോ ഫോർ എ വോക്ക്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ ആ ചോദിക്കുന്നത് പോലെ ഒരു സജഷൻ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർമൽ ഒബ്ലിഗേഷൻ നോക്കി. യു ഷാൽ ഫോളോ ദ റൂൾസ്. ഓക്കെ, റൂൾസ് ഫോളോ ചെയ്യണം. അപ്പം എവിടെയെങ്കിലും ഫോർമലായിട്ടൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷാൾ യൂസ് ചെയ്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, യു ഷാൽ നോട്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. അവിടെ ഒരു നേറ്റീവ് സെന്റൻസ് ആണ്, പക്ഷെ നമ്മൾ ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം, ഷാൽ നോട്ട്. ഓക്കെ, അപ്പൊ ഷാൾ ഓക്കെ ആണല്ലോ. ഭാവി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷാൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓഫേഴ്സ് കൊടുക്കാൻ യൂസ് ചെയ്യാം. ഫോർമൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസിന് വേണ്ടിയിട്ട് ഷാള് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഇതൊക്കെ നിങ്ങൾ അത്യാവശ്യം യൂസ് ചെയ്ത ആൾക്കാരാണെന്നാണ് ഞാൻ അത്യാവശ്യം സ്പീഡിലൊക്കെ വിട്ടുപോകുന്ന.
അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയാൽ മതി. അറിയത്തില്ലാത്തവരെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ പഠിക്കാം. ഓക്കെ, അടുത്ത നോക്കിയാൽ ഷുഡ് എപ്പോഴും കേൾക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ട് ഷുഡ് ഉപയോഗിക്കുന്ന അഡ്വൈസസ് കൊടുക്കാനാണ്. ഓക്കെ, എക്സ്പെക്ടേഷൻസ് വളരെ റയറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് ഇതിന് യൂസേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഷുഡിന്റെ ഉപയോഗം അഡ്വൈസ് കൊടുക്കാനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒബ്ലിഗേഷൻസ് കാണിക്കാനും യൂസ് ചെയ്യാം. അതും ഇപ്പൊ ഒരു ഹയർ അതോറിറ്റി പറയുമ്പോൾ ഷുഡ് ചേർത്ത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അഡ്വൈസ് എന്നുള്ള രീതി മാറിയിട്ട് നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് അത് മാറും. ഓക്കെ, അതൊക്കെ പറയുന്ന ടോൺ ഒക്കെ പോലെ ഇരിക്കും. ഇവിടെ എക്സാമ്പിൾസ് നോക്കിയേ. അഡ്വൈസ് കൊടുക്കുന്ന എക്സാമ്പിൾ, യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. ഒരു ഡോക്ടർ പറയാണ് യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. ഓക്കെ, ചിലപ്പോൾ അയാളുടെ ശരീരാവസ്ഥ മോശമായിരിക്കും, ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും, ചിലപ്പോൾ ഒരു സെമിനാർ എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പം നമ്മളൊരു അഡ്വൈസ് ആണ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അഡ്വൈസ് ആണ്. നെക്സ്റ്റ്, ഒബ്ലിഗേഷൻ രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിയേ. സ്റ്റുഡൻസ് ഷുഡ് വെയർ യൂണിഫോം. ഓക്കെ, അത് അവരുടെ പാലിക്കേണ്ട മര്യാദയാണ്, ഒരു സ്കൂളിൽ പാലിക്കേണ്ട മര്യാദയാണ്, അവരുടെ നിയമത്തിൽ പെടുന്നതാണ്. സോ അവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. സ്റ്റുഡൻസ് ഷുഡ് വെയർ യൂണിഫോംസ്. നെക്സ്റ്റ്, ഒരാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഷുഡ് യൂസ് ചെയ്യാം. ഷീ ഷുഡ് ബി ഹിയർ ബൈ നൗ. ഓക്കെ, അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന അവളിപ്പോൾ ഇവിടെ എത്തും എന്നാണ്. ഷീ ഷുഡ് ബി ഹിയർ ബൈ നൗ, അവളിപ്പോൾ ഇവിടെ എത്തും അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടതാണ്. ആ ഒരു രീതിയിൽ നമുക്കൊരു സെന്റൻസ് ഫോം ചെയ്യാനും ഷുഡ് യൂസ് ചെയ്യാം. ഷീ ഷുഡ് ബി ഹിയർ ബൈ നൗ. അവളിപ്പോൾ ഇവിടെ കാണേണ്ടതാണ്, എക്സ്പെക്ടേഷൻ ആണ്. ചിലപ്പോൾ അവൾ എത്തിയിട്ടുണ്ടാകത്തില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ഷീ ഷുഡ് ബി ഹിയർ ബൈ നൗ. ഷീ ഷുഡ് ബി ഹിയർ എനി മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു എക്സ്പെക്ടേഷൻ ആണ്. ഉടനെ എത്തും എന്ന് പറയണോ? വേറൊരാളുടെ ഇപ്പൊ ഒരാൾ ചോദിക്കുക അവൾ എന്തേ എന്ന് ചോദിച്ചാൽ പറയാം ഷീ ഷുഡ് ബി ഹിയർ എനി മിനിറ്റ്, ഇപ്പൊ തന്നെ എത്തും. ഒബ്ലിഗേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സെന്റൻസ് ഫോം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ, സെന്റൻസിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ഷുഡ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു മൊഡാൽസ് ഏത് യൂസ് ചെയ്താലും വെർബിന്റെ ഏത് ഫോമേ വരത്തുള്ളൂ, ബേസ് ഫോമേ വരത്തുള്ളൂ. അതാണ് മൊഡാൽസിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ്, ഷുഡ് കഴിഞ്ഞ് അടുത്തത് ഔട്ട്. ഔട്ട് മെയിൻ ആയിട്ട് ഒബ്ലിഗേഷൻസിനെ സൂചിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരുപാട് ഇത് കാണാറുമില്ല, ഒരുപാട് യൂസ് ചെയ്യാറുമില്ല, അത്ര യൂസേഴ്സ് വരാറില്ല. കാരണം ഈ ഒബ്ലിഗേഷൻസും അഡ്വൈസ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ ഷുഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവണം. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ഇത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കിയേ അതിന്റെ യൂസേഴ്സ് ഒക്കെ എവിടെയാ വരുന്നത് നോക്കിയേ. സിമിലർ ടു ഷുഡ് ബട്ട് സ്ട്രോങ്ങർ മോറൽ സെൻസ്. ഷുഡിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ഏതാണ്? ഔട്ട് ആണ്. ഷുഡ് പോലെ തന്നെ, ബട്ട് ഷുഡിന്റെ യൂസേജ് ഒക്കെ തന്നെയാണ് ഇതിനുള്ളത്. പക്ഷെ നമ്മൾ മറ്റേ മേയുടെയും മൈറ്റിന്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ളത് ഏതാണ്? ഷുഡ് ഔട്ട് ആണ്. ഓക്കെ, എക്സ്പ്രസ് മോറൽ ഡ്യൂട്ടി ഓർ കറക്റ്റ്നെസ്. അതേപോലെ തന്നെ മസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ ലോജിക്കൽ അസംഷൻസിന് വേണ്ടിയിട്ടും ഔട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് ഔട്ട് കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം, ദെൻ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾസ് നോക്കി. മോറൽ ഒബ്ലിഗേഷൻ, യു ഔട്ട് ടു റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. മുതിർന്നവരെ ബഹുമാനിക്കണം. നമ്മളിപ്പോ പറയും റെസ്പെക്ട് എന്താണ്, റെസ്പെക്ട് റിക്വയർ ചെയ്യുന്നവരെ മാത്രം ബഹുമാനിച്ചാൽ മതി എന്ന് പറയും. എന്നാൽ നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നതാണ് യു ഔട്ട് ടു റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുക. നെക്സ്റ്റ്, ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലോ, ഇത് ഒരു തരത്തിൽ പറഞ്ഞ അഡ്വൈസ് ആണ്. ഇതൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. വി ഔട്ട് ടു ബി മോർ കെയർഫുൾ വിത്ത് മണി. ഓക്കെ, നമ്മൾ മണി കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. ഓക്കെ, മറ്റേത് ഒരു സൊസൈറ്റിയുടെ ഒരു നോമാണ്. സൊസൈറ്റിയിൽ കുറച്ച് അലിഖിത നിയമങ്ങളുണ്ട്, അതിൽ പെടുന്നതാണ് ഒന്ന് ഈ
മുതിർന്നവരെ ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഒരു മോറൽ ഒബ്ലിഗേഷൻ, ഒരു നിയമം എഴുതി വെച്ച് പറയുന്നതല്ല, അല്ലാണ്ട് നമുക്ക് ജന്മന നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു മോറൽ ഒബ്ലിഗേഷൻ, അതായത് നല്ല ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ ടൈപ്പാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, OT യൂസ് ചെയ്യുക. ഇവിടെ അഡ്വൈസ് കൊടുക്കുമ്പോൾ OT യൂസ് ചെയ്യുമ്പോൾ വി ഹവ് ടു ബി മോർ കെയർഫുൾ വിത്ത് മണി. ദെൻ അടുത്ത നോക്കിയേ, ലോജിക്കൽ അസംപ്ഷൻ ഔട്ട് ടു ബി ഹോം ബൈനർ. സി, മസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ലോജിക്കലാണ്. ഈ സമയം കൊണ്ട് എത്തപ്പെട്ടിട്ടുണ്ടാക്കാവുന്ന നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട്, കുറച്ച് ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് ലോജിക്ക് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് അവളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഷി ഔട്ട് ടു ബി ഹോം ബൈ നൗ, അവളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഓക്കെ, ലോജിക്കൽ അസംപ്ഷൻസിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഔട്ട് ടു യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മോഡൽ വില്ല്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഷാള് പോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വില്ല്. ഓക്കെ, ഫ്യൂച്ചർ ഇന്റൻഷൻ ഷാളിനകത്ത് നമ്മൾ കണ്ടു. ഓക്കെ, ഷുഡിനകത്തും ഉണ്ടായിരുന്നു. പിന്നെ പ്രോമിസസ് കൊടുക്കാനും യൂസ് ചെയ്യാം, പ്രഡിക്ഷൻസ് പറയാനും യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് നോക്കി. ഫ്യൂച്ചർ ഇന്റന്റ്, ഐ വിൽ കോൾ യു ടുമോറോ. എന്ത് വേണേലും പറയാം. ഐ വിൽ കം വിത്ത് യു നെക്സ്റ്റ് സൺഡേ. ഐ വിൽ ഗോ ടു ചർച്ച് നെക്സ്റ്റ് ടുമോറോ. ഓക്കെ, എന്ത് ഭാവിയിൽ പറയുന്ന എന്തിനും നമുക്ക് സൂചിപ്പിക്കാൻ ഏത് യൂസ് ചെയ്യാം, വില്ല് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു പ്രോമിസ് കൊടുക്കുന്ന നോക്കിയേ, ഐ വിൽ ഓൾവേസ് സപ്പോർട്ട്. ഈസ് കൈൻഡ് ഓഫ് ഒരു ഫ്യൂച്ചറിലോട്ടുള്ള കാര്യമാണ് പറയുന്നത്, പക്ഷെ അവിടെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും സപ്പോർട്ടായിട്ട് നമ്മൾ ഉണ്ടാവും എന്ന് പറയുമ്പോഴും ഭാവിയിലേക്കാണ് പറയുന്നത്. ഓക്കെ, അത് അവിടെ ഒരു പ്രോമിസ് ആയിട്ട് കൊടുക്കണം. ഐ വിൽ ഓൾവേസ് സപ്പോർട്ട് യു, ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു. ഓക്കെ, ഐ വിൽ. നെക്സ്റ്റ് ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിലോ, ഇറ്റ് വിൽ ബി സണ്ണി ടുമോറോ. നാളെ നല്ല വെയിലുള്ള ദിവസമായിരിക്കും. ഇറ്റ് വിൽ ബി സണ്ണി ടുമോറോ. ഓക്കെ, അവിടെ ഒരു പ്രഡിക്ഷൻ ആണ് പറയുന്നത്. ഇറ്റ് വിൽ ബി എ റെയിനി ഡേ ടുമോറോ. ഓക്കെ, ഇറ്റ് ഷാൾ ബിയും പറയാം. പക്ഷെ ഇതിന് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്താണ് ഷാളും വില്ലും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ്. അതായത് വില്ല് വരുമ്പം അത് കുറച്ചും കൂടി സർട്ടൺ ആണ്. ഓക്കെ, കുറച്ചുകൂടെ അഫോർമേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഷാൾ യൂസ് ചെയ്യുന്നതിനേക്കാളും വില്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ ഫിനിഷ് ദിസ് പ്രോജക്ട് ടുഡേ. അവിടെ ഒരു ഇവിടെ എഴുതിയിരിക്കുന്നത് സ്ട്രോങ് ഇന്റൻഷനെയാണ് കാണിക്കുന്നത്. നമ്മൾ ഇന്ന് അത് ഐ വിൽ ഫിനിഷ് ദിസ് പ്രോജക്ട് ടുഡേ ഒരു ഇറ്റ് സെൽഫും കൂടെ ചേർക്കുകയാണെങ്കിൽ പക്ക. അതിൽ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഓക്കെ, ഒരു ഊന്നലൂടെ കൊടുക്കും. ഇവിടെ ഐ വിൽ ഫിനിഷ് ദിസ് പ്രോജക്ട് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ചെയ്തിരിക്കും. ഐ ഷാൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആണ് നമുക്ക്. ഒരു പുള്ളി ഒരു കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ട് പറഞ്ഞായിരിക്കും ഇന്ന് തന്നെ ചെയ്ത് തീർക്കും. ഓക്കെ, കുറച്ചുകൂടെ അഫർമേറ്റീവ് ആണ്. ഷാൾ യൂസ് ചെയ്യുമ്പോൾ നോക്കും, ഷാള് നമുക്ക് സജഷന് വേണ്ടി യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഒബ്ലിഗേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിനെ പറ്റിയാണ് പറയുന്നതെങ്കിലും വില്ല് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എന്താണ്, സ്ട്രോങ്ങർ ആണ്. ഓക്കെ, ഫേം ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ വില്ല് ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പ്രോമിസസും പ്രഡിക്ഷൻസും വില്ല് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സെന്റൻസസ് ഫോം ചെയ്യാൻ സാധിക്കും ഈ രണ്ട് രീതിയിൽ. ഇനി അടുത്ത് നോക്കിയേ, വില്ലിന്റെ പാസ്റ്റ് ആയിട്ട് വരുന്നതാണ് വുഡ്. ഓക്കെ, അപ്പൊ വുഡ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യും, ഞാൻ മുമ്പ് കുഡിനകത്ത് പറഞ്ഞില്ല, കുഡിന്റെ പോലെ തന്നെ ഒരു യൂസ് ഉണ്ട് ഇവിടെ. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് നടക്കാൻ സാധ്യതയൊന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് സ്റ്റോറീസിലും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് വുഡ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പൊളൈറ്റ്നെസ് കാണിക്കാനും പാസ്റ്റ് ഹാബിറ്റ്സ്, നമ്മുടെ പണ്ടുള്ള ഹാബിറ്റ്സ് കാണിക്കാനും ഈ ഫുഡിന്റെ ഏകദേശം ഫുഡും വുഡൊക്കെ ഏതാണ്ട് ഒരേപോലത്തെ യൂസേജ് ആണ് വരുന്നത്. ഓക്കെ, പാസ്റ്റ് ഹാബിറ്റ്സ് ഫുഡ് ഉപയോഗിച്ച് കാണിക്കാം, അതേപോലെ തന്നെ വുഡ് ഉപയോഗിച്ച് കാണിക്കാം. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഇഫ് ഐ വർ റിച്ച് ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഇവിടെ അവൻ റിച്ച് ആണോ, അല്ല, പക്ഷെ പറയുകയാണ് ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഞാൻ ഈ വേൾഡ് മൊത്തം ട്രാവൽ ചെയ്തേനെ എന്ന് പറയുന്നത്. ഹൈപ്പോത്തറ്റിക്കലാണ്, പാവപ്പെട്ടവനായിരിക്കും.
പൈസ ഒന്നും കാണത്തില്ല അധികം. പക്ഷെ എന്തെങ്കിലും പറയുകയാണ്, പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറയും, ഞാൻ ലോകം മൊത്തം ട്രാവൽ ചെയ്തേനെ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ നോക്കിയ പൊളൈറ്റ്നെസ് കാണിക്കുന്നത് വുഡ് യു ലൈക്ക് സം കോഫി. കാപ്പി, കുറച്ച് കാപ്പി കുടിച്ചാലോ, അല്ല കുറച്ച് കാപ്പി വേണോ? ഓക്കെ, പൊളൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. വുഡ് യു ലൈക്ക് സം കോഫി. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ് ഹാബിറ്റ്സ് നോക്കി വെൻ വി വെയർ കിഡ്സ് വി വുഡ് പ്ലേ ഔട്ട്സൈഡ് ഫോർ അവേഴ്സ്. ഞങ്ങള് കുട്ടികളായിരുന്നപ്പം മണിക്കൂറുകളോളം പുറത്ത് കളിച്ചിരുന്നു. ഓക്കെ, പാസ്റ്റ് ഹാബിറ്റ് ആണ്, കുട്ടികളായിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വുഡ് യൂസ് ചെയ്ത് ആ പാസ്റ്റ് ഹാബിറ്റിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളെ മെയിൻ മൊഡാലിസിൽ 10 ഉണ്ടായിരുന്ന 10 നമ്മൾ ഇപ്പം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, മൊഡാലിറ്റി യൂസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, മൊഡാലി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ബേസ് ഫോം ആയിരിക്കണം. ഷുഡ് ബി, ആ ബി എന്താണ്? ബി എന്ന് പറയുന്ന ആ ഫോമിന്റെ ബേസ് ഫോം ആണ്. ഓക്കെ, ചിലപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ട് വരത്തുള്ളൂ. പക്ഷെ ബി എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോം ആയതുകൊണ്ട് നമുക്ക് ആ ബി അവിടെ യൂസ് ചെയ്യാം. ഹി ഷുഡ് ബി ഗോയിങ് ഹോം ബൈ നൗ. ഈ സമയങ്ങളിൽ ആ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അവിടെ ബി യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റിൽ അത് ബേസ് ഫോം ആണ്. അല്ലാണ്ട് സാധാരണ കേസിലെല്ലാം നമ്മുടെ മൊഡാല് കഴിഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം ആയിരിക്കും. ഇവിടെ കണ്ടോ, ലൈക്ക്, വുഡ് യു ലൈക്ക് ബേസ് ഫോം ആണ്. ഐ വുഡ് ട്രാവൽ ബേസ് ഫോം ആണ്. പ്ലേ ബേസ് ഫോം ആണ്. ഓക്കെ, മാത്രമാണ് നമുക്ക് മൊഡാൽസിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഞാൻ കുറച്ച് എക്സ്ട്രാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനാണ് കുറച്ച് വെർബിന്റെ 3 ഫോംസ് ചെയ്തു, നമുക്ക് കാണാമല്ലോ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, കുറച്ച് നോർമൽ ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന കുറച്ച്, അതായത് വെർബിന്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ബേസ് ഫോം, അല്ലെങ്കിൽ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് കഴിഞ്ഞിട്ട് 2 കൂടെ, അത് കൂടെ ING ചേർക്കുന്നതും ES ചേർക്കുന്നതാണ്, സിംഗുലറും പ്ലൂറലും ആക്കുന്നതും. അതേപോലെ തന്നെ ING ചേർക്കുന്നു. അത് പിന്നെ അത്ര അത്ര ശ്രദ്ധിക്കേണ്ട. നമുക്ക് ഇത് ജെറണ്ട് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കാനുണ്ട്. ജെറണ്ട് ഇൻഫിനിറ്റീവ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്, അന്നേരം നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് നമ്മൾ നോക്കി വെക്കണം. കാരണം ഇത് നമ്മുടെ സെന്റൻസിലെ എറർ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളിൽ, ചോദ്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള വേർഡ്സ് കുറച്ച് അറിയാമെങ്കിൽ ഈ ടൈപ്പ് വേർഡ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിനൊക്കെ കീവേഡ്സ് എന്ന് പറയും. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എവിടെ എറർ ഉണ്ടാവാം എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന വേർഡ്സ് ആണ് കീവേഡ്സ്. അപ്പം ഇങ്ങനെ എന്താണ് ഇവിടെ ഇവിടെ കണ്ടോ, ബൈൻഡിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ബൗണ്ട് ആണ്. ചിലപ്പോൾ ബൈൻഡഡ് എന്ന് പറഞ്ഞായിരിക്കും കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു എറർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് കീവേഡ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇതെന്തായാലും നിങ്ങൾ കാണാണ്ട് പഠിക്കണം. മീൻസ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്റെ കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെ അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ അത് ഇതിന്റെ കൂടെ പഠിച്ചു പോവാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ ഒന്ന് നോക്കിയേ, എറൈസ്. എറൈസ് എന്താണ്? എറൈസിന്റെ പാസ്റ്റ് എന്താണ്? സാധാരണഗതിയിൽ വെർബിന്റെ പാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ED, അതിന്റെ കൂടെ ED ചേർത്തിട്ടാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്ന് അങ്ങനെ ED ചേർക്കുന്നത് പഠിക്കുന്നില്ല. ED ചേർക്കുന്നത് സിമ്പിൾ ആണ്, അത് പോട്ടെ. നമുക്ക് അല്ലാണ്ട് വ്യത്യാസമുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ എറൈസിന്റെ അർത്ഥം എന്താണ്? ഉയരുക എന്നുള്ള അർത്ഥമാണ്, അല്ലെ? പൊങ്ങി വരിക. അതിന്റെ പാസ്റ്റ് എന്താ വരുന്നത്? എറൈസ്ഡ് അല്ല, എറോസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? എറൈസൺ ആണ്. ഓക്കെ, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതിന് അർത്ഥം വരുന്ന എപ്പോഴാണ്? അത് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഹാവ്, ഹാസ്, ഹാഡ് ഇതിന്റെ ഒക്കെ കൂടെ
യൂസ് ചെയ്യുമ്പോഴാണ് അതിനൊരു അർത്ഥം വരുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് ഇത് രണ്ടിന് മാത്രമേ അർത്ഥമുള്ളൂ. പ്രസന്റ് ഫോമിനും പാസ്റ്റ് ഫോമിനും. ഓക്കെ, ഈ സാധനം നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അർത്ഥം വരുന്നുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഈ ഒരു അർത്ഥമൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അത് യൂസേജിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത നോക്കിയേ, എവേക്ക് ഉണരുക. എവേക്കിന്റെ എവോക്ക്, എവെയ്ക്കൺ. ഓക്കെ, ബീയുടെ ബിയുടെ പാസ്റ്റ് ഫോംസ് ഏതൊക്കെയാണ്? വാസ്, വേർ. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബി. ഓക്കെ, ബിയുടെ പ്രസന്റ് ഫോംസിൽ വരുന്നതാണ് ഏത്? ഈസ്, ആം, ആർ എന്നുള്ളത്. ഓക്കെ, ഈസ്, ആം, ആറിന്റെ അല്ലെങ്കിൽ ഈസിന്റെ പാസ്റ്റ് ആണ് വാസ്, ആറിന്റെ പാസ്റ്റ് ആണ് വേർ. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ബി എന്ന് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ബിയുടെ ഓരോ ഫോംസ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, ബിയർ, ബോർ, ദെൻ ബോൺ. അത് ഓർത്തോണം. ബിയർ എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും പല അർത്ഥങ്ങളുണ്ട്. എന്തെങ്കിലും താങ്ങുക, എന്തെങ്കിലും ചുമക്കുക, അങ്ങനെയുള്ള അർത്ഥമുണ്ട്. ബിയർ ദ ബേർഡൻ, അല്ലെങ്കിൽ ബിയർ ദ വെയിറ്റ്, ആ ഭാരം താങ്ങുക എന്നുള്ളൊക്കെ അർത്ഥമാണ് ഇവിടെ ഈ ബെയറിന്, ബിയറിനുള്ളത്. ഓക്കെ, ബിയർ, ബോറ്, ബോൺ. അടുത്തൊന്ന് അവിടെ നിൽക്കട്ടെ, അതിന്റെ മലയാളം എന്താന്ന് ഞാൻ നോക്കിട്ട് വരാം. നെക്സ്റ്റ് നോക്കി, ബിക്കം. ബിക്കമിന്റെ ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ച ബിക്കമിന്റെ ബിക്കെയിം, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബിക്കം തന്നെയാണ്, സെയിം ആണ്. ബിഗിൻ തുടങ്ങുക, ബിഗാൻ, ബിഗൺ. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബൈറ്റ് എന്താ? കടിക്കുക. ബ്ലോ, ബ്ലൂ, ബ്ലോൺ. ചുമ്മാ ഇങ്ങനെ ഇതിന്റെ കൂടെ പറഞ്ഞു പോയാൽ മതി, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിക്കാം. ഓക്കെ, ബ്ലോ, ബ്ലൂ, ബ്ലോൺ. ബൈൻഡ്, ബൗണ്ട്, ബൗണ്ട്. ബിഡ്, ആ ബെയ്ഡ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബിഡ് ഒക്കെ കണ്ടതാനും ചോദിക്കുന്ന. ബിഡ്, ബെയ്ഡ്, ബിഡൻ. ഓക്കെ, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടോ വരുന്നത് ചൂസ്, ചോസ്, ചൂസൺ. ചോസൺ തെരഞ്ഞെടുക്കുക, തെരഞ്ഞെടുത്തു. ഓക്കെ, ക്ലിങ്, ക്ലങ്, ക്ലങ്. ചിലതിന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. ചിലതിന്റെ പ്രസന്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. കമ്മ്, കെയിമ്, കമ്മ് എന്നൊക്കെ പറയുന്നത് അതിന്റെ തന്നെയാണ് ബിക്കമ്മ്, ബിക്കെയിമ്, ബിക്കമ്മ്. ഓക്കെ, ക്ലിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എന്താണ് ക്ലിങ്ങി എന്നൊക്കെ പറയുന്നത്? എന്താണ്? ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുക, ചേർന്നിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇതാ കമ്മ് വന്നു, കമ്മ്, കെയിമ്, കമ്മ്. ഡിഗ്, കുഴിക്കുക. ഡിഗ്, ഡഗ്, ഡഗ്. ഡു, ഡിഡ്, ഡൺ. അതെല്ലാവർക്കും അറിയാം. ഡ്രോ, ബ്രൂ, ഡ്രോൺ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഫോള്, ഫെല്ല്, ഫോളൻ. ഓക്കെ, ദെൻ ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. പറക്കുക. ഫോർബിഡ്, ഫോർബെയ്ഡ്, ഫോർബിഡൻ. ഫോർബിഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഈസ് ഫോർബിഡൻ. ഫോർബിഡൻ ആപ്പിൾ, ഫോർബിഡൻ ഫ്രൂട്ട്. തടയപ്പെട്ട, വിലക്കപ്പെട്ട. ഓക്കെ, ഫോർബിഡ് ചെയ്യാന്ന് വെച്ചാൽ തടയുക. ഫോർബെയ്ഡ് ആണ് അതിന്റെ പാസ്റ്റ്. ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൺ. ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഗീവ്, ഗെയ്വ്, ഗിവൺ.
ഗ്രൈൻഡ്, ഗ്രൗണ്ട്, ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൈൻഡ് ചെയ്യാം. സാധാ മീനിങ് തന്നെയാണ്, അരയ്ക്കുക എന്നുള്ള അർത്ഥം. ഗ്രോ, വളരുക, ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഹാങ്, ഹങ്, ഹങ്. ഈ ഹാങ്ങിന്റെ കൂടെ തന്നെ രണ്ട് ഈ എന്താണ് ഈ ഈ ഹാങ്ങിന്റെ അർത്ഥം തൂങ്ങുക എന്നുള്ള അർത്ഥമാണ് ഹാങ്. പക്ഷെ ഇതേപോലെ തന്നെ വേറൊരു ഹാങ് കൂടെ ഉണ്ട്. ഹാങ്, ഹാങ്ഡ്, ഹാങ്ഡ് എന്നുള്ള അർത്ഥം വരുന്നത്. അവിടെ എന്താണ്? തൂക്കി ഇടുക അല്ലെങ്കിൽ തൂക്കി കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സ്വയം തൂങ്ങുക എന്നുള്ള അർത്ഥമാണ് ഹാങ്, ഹങ്, ഹങ്. അല്ലെ എന്തെങ്കിലും തൂങ്ങി കിടക്കുന്നു. ഇറ്റ് ഈസ് ഹങ് ദയർ. ദ ഷർട്ട് ഈസ് ഹങ് ഓൺ ദ എന്താണ് ഷർട്ട് എന്തിനാ തൂക്കുന്നത്? ഓ, എന്താ കിട്ടത്തെ? എന്തേലും ആട്ടെ, തൂക്കിയിടുക. ഓക്കെ, എപ്പോഴും പറയുന്ന ഇത് വീട് മറന്നുപോയി. പോട്ടെ. ഓക്കെ, മറ്റേത് തൂക്കിയിടുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മറ്റേത് തൂങ്ങിക്കിടക്കുന്നു എന്നുള്ള അർത്ഥം. ഇവിടെ തൂക്കിയിടുക എന്നുള്ള അർത്ഥമാണ് ഹാങ്. അവിടെ ഹാങ്, ഹാൻഡ്, ഹാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കിയേ, ഹൈഡ്, ഒളിപ്പിച്ചു വെക്കുക. ഹൈഡ്, ഹിഡ്, ഹിഡൻ. ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. പിടിക്കുക, ഹോൾഡ്. നോ, ന്യൂ, നോൺ. ലൈ, ലേ, ലെയ്. ഓക്കെ, ഈ ലൈ ഏതാണ്? അത് ഇങ്ങനെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ഉണ്ട്. അതിന്റെ ഞാൻ വേറെ ഒരെണ്ണം ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, അവിടെ നമുക്ക് പഠിക്കാം കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ്. ഇവിടെ ഈ ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് ലൈ ഉണ്ട്. ഒന്ന് ലൈ കിടക്കുക എന്നുള്ള ലൈ, പിന്നെ ലൈ കള്ളം പറയുക. എങ്ങനെ? അതെ അതെ അതെ. പക്ഷെ ഇവിടുത്തെ ഏതാ? ഇവിടുത്തെ നുണയല്ല. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നുണ പറയുക എന്നുള്ള ലൈയുടെ പാസ്റ്റ് എന്താ? പാസ്റ്റ് എങ്ങനെയാ? ലൈഡാണ്. ഈ അത് പറയുമ്പോ തന്നെ ലെയ്ഡ് എന്ന് പറഞ്ഞ് വേറെയും കൂടെ ഉണ്ട്, കിടത്തുക എന്നുള്ള അർത്ഥം വരും. അപ്പൊ അത് ഈ മൂന്നെണ്ണം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇത് നമുക്ക് എപ്പോഴും എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ലൈവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മൂന്നുകൂടെ കമ്പയർ ചെയ്തിട്ടുള്ളത് ഞാൻ വേറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അന്നേരം പഠിക്കാം. അപ്പൊ ഇവിടുത്തെ ലൈ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ലൈ എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഇത് നുണ പറയാന്നുള്ള ലൈ ആണ്, കിടക്കുക എന്നുള്ള ലൈ ആണ്. ഓക്കെ, അതൊരു സെന്റൻസ് പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മുമ്പ് ഇത് ഷർട്ടിൻ്റെ ഹാങ്ങർ ആണ് കേട്ടോ. ഇപ്പോഴേലും കിട്ടി, ഹാങ്ങർ തൂക്കിയത്. ഓക്കെ, ഇവിടുത്തെ ലൈ നമുക്ക് അതിന്റെ പാസ്റ്റും പാർട്ടിസിപ്പിളും കണ്ട് മനസ്സിലാക്കുക. ഇവിടെ കിടക്കുക എന്നുള്ളതല്ല, സോറി, കിടക്കുക എന്നുള്ളതാണല്ല, നുണ പറയുക എന്നുള്ളത് അല്ല. ലൈ, കിടക്കുക, ലൈ, കിടന്നു, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിള് ലൈൻ. അടുത്ത നോക്കിയേ, റൈഡ്, റോഡ്, റിഡൻ. ഓക്കെ, ഓടിക്കുക. റിങ്, റാങ്, റങ്, ബെല്ലടിക്കുക. റൈസ്, റോസ്, റൈസൺ. ഓക്കെ, മറ്റേ റൈസ് പോലെ തന്നെ. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിനകത്ത് നോക്കിയേ, സീ, സോ, സീൻ. ഷെയ്ക്ക്, ഷുക്ക്, ഷെയ്ക്കൺ. ഷൈൻ, ഷോൺ, ഷോൺ, തിളങ്ങ. ഷൂട്ട്, ഷോട്ട്, ഷോട്ട്. ഓക്കെ, ഫ്രിങ്ക്, ഫാങ്ക്, ഫങ്ക്, ചുരുങ്ങുക. സിങ്, സാങ്, സങ്, പാട്ട് പാടുക. സിങ്ക്, സാങ്ക്, സങ്ക്, മുങ്ങിപ്പോവുക. ഓക്കെ, ഈ ഈ സിങ്കും ഡ്രൗണും തമ്മിലുള്ള വ്യത്യാസം ആർക്കറിയാം? DROW1. രണ്ടും മുങ്ങിപ്പോവുകയാണ്, പക്ഷെ വ്യത്യാസം എന്താ?
ആർക്ക് പറയാം? സിങ്കും ഡ്രൗൺ. ആർക്കറിയില്ല? ഓക്കെ. ഡ്രൗൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളാണ്. മനുഷ്യരൊക്കെ മുങ്ങിപ്പോകുമ്പോ എന്താ പറയാ? ഹി വാസ് ഡ്രൗൺഡ് ഇൻ ദ റിവർ. പക്ഷെ ഈ ജീവനില്ലാത്ത ഷിപ്പൊക്കെ ആണെങ്കിലോ, ഷിപ്പ് വാസ് സാങ്ക് ഇൻ ദ ഓഷ്യൻ. ഓക്കെ. അങ്ങനെ നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ സിങ്ക് അല്ലെങ്കിൽ സാങ്ക് കൊണ്ട് യൂസ് ചെയ്യുക. ഡ്രൗൺ യൂസ് ചെയ്യുന്നത് നമ്മളെ പോലെ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കുമാണ്. ഓക്കെ. മെയിൻ ആയിട്ട് മനുഷ്യർക്കാണ് എന്ത് യൂസ് ചെയ്യുക? ഡ്രൗൺ യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? രണ്ടും മുങ്ങിപ്പോവാന്നുള്ള അർത്ഥമാണ് ഉള്ളത്. ഓക്കെ. അടുത്ത സിറ്റ്, ഇരിക്കുക. സിറ്റ്, സാറ്റ്, സാറ്റ്, സ്ലേ, സ്ലൂ, സ്ലെയിൻ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ്. സ്പിറ്റിന്റെ നോക്കി വെച്ചോ, അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്. സ്റ്റീല്, സ്റ്റോള്, സ്റ്റോളൻ. സ്റ്റിക്ക്, സ്റ്റക്ക്, സ്റ്റക്ക്. സ്റ്റിക്ക് ചെയ്യാം. സ്ട്രൈക്ക്, സ്ട്രക്ക്, സ്ട്രക്ക് തന്നെയാണ്. സ്വയർ, ഐ സ്വയർ. എന്താണ്? ഒരു വാക്ക് കൊടുക്കുക, സത്യം ചെയ്യാം. സ്വയർ, സ്വോർ, സ്വാണ്. നോക്കിക്കോണം, സ്വാൺ ആണ്, സ്വാൺ. സ്വിമ്മ്, സ്വാമ്, സ്വമ്മ്. സ്വിങ്, ആടുക. സ്വിങ്, സ്വാങ്, സ്വങ്, സ്വങ്. ഓക്കെ. ടേക്ക്, ടുക്ക്, ടേക്കൺ. സ്വിങ്. ഓക്കെ. ടേക്ക്, ടുക്ക്, ടേക്കൺ. ദെൻ ടിയർ, ചോറ്, ടോണ്. ഓക്കെ. കീറുക എന്നുള്ള ടിയർ. കണ്ണീരിന് സെയിം ടിയർ ആണ്. അതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും മോശം ഒരു കാര്യം. സെയിം സ്പെല്ലിങ്, രണ്ട് മീനിങ്. വിയർ, ബോറ്, വോണ്. ബീവ്, നെയ്ക. വോവ്, വോവൺ. വിന്ന്, വോണ്, വോണ്. വൈൻഡ്, വൗണ്ട്, വൗണ്ട്. ഇവിടെ വൈൻഡ്, വൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ചുറ്റുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ്. ഇതേപോലെ തന്നെ ഈ സാധനം തന്നെ ചില സമയത്ത് നമ്മൾ വിൻഡ് എന്നും വായിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഓരോ കഷ്ടപ്പാടുണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടേൺ. റിങ്, റങ്, റങ്. പിഴിയുക എന്നുള്ളതാണ് റിങ്. അവിടെ നമ്മൾ ഈ ഡബ്ല്യു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വേറൊരു ബുദ്ധിമുട്ട്. എഴുതുന്നവരല്ല വായിക്കുന്നത്. പ്രൊണൗൺസിയേഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ് ചില വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ. ഇവിടെ അധികമില്ല, ഡബ്ല്യു സൈലന്റ് ആണ്. റിങ്, റങ്, റങ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും വേർഡ്സ് ഇത് കുറെ മെയിൻ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അല്ലാണ്ടും കുറച്ചുകൂടെ വേർഡ്സസ് ഒക്കെ ഉണ്ടാവും. കുറച്ചുകൂടെ വേർഡ്സ് ഒക്കെ കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കി ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി, ചുമ്മാ നോക്കണേ, എല്ലാവരും നോക്കണം. ഫസ്റ്റ് വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റും പാർട്ടിസിപ്പിളും കിട്ടുന്നുണ്ടോ എന്ന്. ഇത് നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞും കുറെ തവണ ഇത് കണ്ടും ഇങ്ങനെ മൂന്നെണ്ണം ഒരുമിച്ച് ഒരുമിച്ച് പറഞ്ഞു പോകണം. ഡിഗ്, ഡഗ്, ഡഗ്. ഡ്രോ, ഡ്രൂ, ഡ്രോൺ. പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ തന്നെ. അപ്പൊ അങ്ങനെ ഫസ്റ്റത്തെ വേർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അടുത്തൂടെ കിട്ടുന്നുണ്ടോ നോക്കി നോക്കി പൊക്കെ. ഒരുപാട് നേരം പറ്റത്തില്ല, 1-2 മിനിറ്റ് ഒക്കെ അതിനുള്ളിൽ മൊത്തം നോക്കിയോ.
സാറേ അവിടെ ബെയർ 2 കൊടുത്തിട്ടില്ലേ, അതെന്താ അങ്ങനെ വന്നേ? ബെയർ, ബോർ, ഈ ഫസ്റ്റത്തെ കേസിൽ ആക്ച്വലി അത് ഈ ഫസ്റ്റത്തെ കേസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിള് ബോൺ എന്ന് പറയുന്ന ഉണ്ടാവുക എന്നുള്ള, ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടാവുക എന്നുള്ള ബോണാണ്. സെക്കൻഡത്തെ കേസിൽ നമ്മൾ എന്തെങ്കിലും ക്യാരി ചെയ്യുക എന്നുള്ള ബോണാണ്. അതാണ് വ്യത്യാസം. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ആ ബിയറോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്യാരിങ് ആണെന്നുള്ള ബിയറാണ്. സെക്കൻഡത്തെ കേസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം കൊണ്ടുപോകുക എന്നുള്ള ബിയർ. അപ്പൊ അത് നമുക്ക് ലോഡ് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും എടുത്തോണ്ട് പോകാന്നുള്ള രീതിയുള്ളോ? അതെ അതെ അതെ, യെസ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വ്യത്യാസം വരുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ബോൺ യൂസ് ചെയ്യണം. ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളത് ബോണും ബോണും, അതേ എന്നെ ചേർക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ വായിച്ചുകൊണ്ട് പോവുക എന്നുള്ളതായിരിക്കും. ഫസ്റ്റത്തെ ഷീറ്റ് ഓക്കെ അല്ലേ? എല്ലാം കിട്ടുന്നില്ലേ? വിഷയമില്ല. ഓക്കെ, അടുത്തത് നോക്കിയോ, ഇതെല്ലാം കിട്ടുന്നുണ്ടോ നോക്കിയോ. അടുത്ത ദിവസം ഇതും കൂടെ ചേർത്തിട്ട് റിവിഷൻ ക്ലാസ് ഉണ്ടാവും. നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അല്ലാണ്ട് നമ്മൾ പഠിച്ച ചേർത്തും വൊക്കാബുലറി എല്ലാം ചേർത്ത്. വൊക്കാബുലറി ഒക്കെ പഠിച്ചൊക്കെ എല്ലാവരും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സെറ്റാണല്ലോ. ലാസ്റ്റ് പേജോടെ നോക്കി. ചുമ്മാ വായിച്ച് വിടണേ. അങ്ങനെ നമ്മൾ വായിക്കുമ്പോഴേ ഉള്ളത് മൈൻഡിൽ സ്റ്റിക്ക് ആകത്തുള്ളൂ. വേറെ വഴിയില്ല ഇത് പഠിക്കാൻ. നമ്മളിങ്ങനെ വായിച്ച് പഠിക്കുക. ഇപ്പൊ നമ്മളൊന്ന് വായിക്കുന്നു, പിന്നെ നോട്ട്സ് കിട്ടുമ്പോൾ പിന്നെയും വായിക്കുന്നു. അങ്ങനെ വായിച്ച് മൈൻഡിൽ വരണം. ഫസ്റ്റത്തെ പേര് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് ഇതാണ്, അങ്ങനെ വരണം.
ഓക്കെ അല്ലേ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എവിടം വരെ എടുത്തായിരുന്നു? മുപ്പത് വരെയായിരുന്നു എടുത്തത്. ഓക്കെ, ജസ്റ്റ് പെട്ടെന്ന് നോക്കിപ്പോ. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നമ്മളിത് എടുത്തിട്ട് റിവിഷനും ചെയ്തതാണ്, എല്ലാവർക്കും കിട്ടേണ്ടതാണ്. ചുമ്മാ വായിച്ചോ, പെട്ടെന്ന് പെട്ടെന്ന്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് വായിച്ച് മൈൻഡിൽ നിൽക്കണം അതിനുവേണ്ടി. ഫിലാന്ത്രോപ്പിസ്റ്റ്, ആർക്കിയോളജി, ഇല്ലെജിബിൾ, ഫെയ്റ്റലിസ്റ്റ് ആരാ, എക്സ്റ്റംബോർ എന്താണ്, നോവീസ് ആരാണ്, ഇൻസോൾവെന്റ് ആരാണ്, പേഴ്സൺസ് unable to pay debts. കഴിഞ്ഞല്ലോ. അടുത്ത് എൻഡമിക്, പാൻഡമിക്, എപ്പിഡമിക്, ഇതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. പസിഫിസ്റ്റ് ആരാണ്, പ്ലൂട്ടോക്രസി എന്താണ്, പ്ലൂട്ടോക്രസിയുടെ കൂടെ തന്നെ നമ്മൾ പഠിച്ചതാണ്. അന്നെന്താ പഠിച്ചത്? പ്ലൂട്ടോക്രസിയും ഓട്ടോക്രസി, അങ്ങനെ കുറെ ക്രസികളുണ്ട്. ഗവൺമെന്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട്, ഗവൺമെന്റ് വിശ്വസിക്കാത്ത ആളാണ് ഒരു അനാർക്കിസ്റ്റ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആള് ഏത്തീസ്റ്റ്, വിശ്വസിക്കുന്ന ആള് തീസ്റ്റ് ആണ്. ഈഗോയിസ്റ്റ്. നെക്സ്റ്റ് ഓട്ടോക്രസി, ഇൻസോംനിയാക്ക്, ഇൻസോംനിയ, സോംനാംബുലിസം, സോംനിലോക്വിസ്റ്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. സംസാരിക്കുന്ന ഉറക്കത്തെ, സോംന എന്ന് പറയുന്നത് ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യൂളജി, വോളണ്ടിയർ, പക്ഷികള് കീപ്പ് ചെയ്യുന്ന സ്ഥലം, വേദിയാറിയാണ്. വേറൊരു ഇവിടുന്ന് പോയി വേറൊരു കൺട്രിയിൽ സെറ്റിൽ ആവുന്നതാണ് ഇമിഗ്രന്റ്. ഓക്കെ, എല്ലാത്തിനും ഡൗട്ട് ചെയ്യുന്ന ആള് സ്കെപ്റ്റിക്. 30 വരെ നമ്മൾ അന്ന് പഠിച്ചത്. ബാക്കി നോക്കി. എ ലവർ ഓഫ് ബുക്സ്. ഓക്കെ, ഈ ഫൈൽ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, അതിനർത്ഥം അതിനോട് ഇഷ്ടമുണ്ടെന്നാണ്. ഓക്കെ, ബിബ്ലിയോ ഫൈൽ, ബിബ്ലിയോ ഫൈൽ എന്ന് വെച്ചാൽ ബുക്സിനോട് ഇഷ്ടമുള്ളതാണ്, ഉള്ള ആൾ, എ ലവർ ഓഫ് ബുക്സ്. ഓക്കെ, അങ്ങനെ ഫൈല് ചേർത്ത് വന്നു കഴിഞ്ഞാൽ അതിന് ഇഷ്ടമുണ്ടെന്നുള്ള ഒരു പോസിറ്റീവ് മീനിങ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ. എ പേഴ്സൺ ഹു പ്രിറ്റൻസ് ടു ബി വാട്ട് ഹി ഈസ് നോട്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അയാളുടെ മൈൻഡില് അയാൾ ഒരാളായിരിക്കും, പക്ഷെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള സംസാരമായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി ഇങ്ങനെ ഒരാളാണ്, പക്ഷെ അയാൾ അത് പുറത്ത് കാണിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഹിപ്പോക്രൈറ്റ്. പറയുന്ന ഒന്ന്, ചെയ്യുന്ന വേറെ. they are called hypocrites. Then a government by the people, അതാണ് നമ്മുടെയൊക്കെ ഗവൺമെന്റ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ദാറ്റ് ഈസ് ഡെമോക്രസി. ഓക്കെ, ജനങ്ങളാ തെരഞ്ഞെടുത്ത ആൾക്കാർ ഭരിക്കുക. ആനിമൽ ദാറ്റ് ഈറ്റ്സ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, അറിയാം, ഓംനിവോർ. കാർണിവോർ, ഹെർബിവോർ, ഓംനിവോർ എല്ലാവരും പഠിച്ചാണ് നമ്മളെല്ലാം. എ പേഴ്സൺ ഹു ഹെൽപ്സ് അതേഴ്സ് എസ്പെഷ്യലി ഫിനാൻഷ്യലി. ഓക്കെ, മറ്റുള്ളവരെ സഹായിക്കുന്ന ആള്, എല്ലാവരും സഹജീവികളെ സഹായിക്കുന്ന ആള് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഇവിടെ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സഹായിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഫിനാൻഷ്യലി മണി ബേസ്ഡ് ആയിട്ട് സഹായിക്കുകയാണ് ബെനഫാക്ടർ. ബെനഫാക്ടർ. ഓക്കെ, അടുത്ത നോക്കിയേ. എ പേഴ്സൺ ഹു റിപ്പയർസ് ഷൂസ്, അറിയാം, കോബ്ലർ. എ ബിൽഡിംഗ് വേർ ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സ് ആർ കെപ്റ്റ്, മ്യൂസിയം. ഓക്കെ, പുരാതന സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. എ പേഴ്സൺ ഹു ലവ്സ് ആൻഡ് സപ്പോർട്ട്സ് ഹിസ് കൺട്രി.
പട്ടാളക്കാരെ പറ്റിയൊക്കെ നമ്മൾ പറയും ഇസ് എ പേട്രിയോട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് രാജ്യത്തോട്, കൺട്രിയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം, ഒരു കടമ, ഉത്തരവാദിത്വം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് പേട്രിയോട്ടുകൾ. ഓക്കെ. Then a person who withdraws from the world for religious reasons. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ലോകത്ത് നിന്ന് മാറി ജീവിക്കുക എന്നൊക്കെ ഉള്ള ഒരർത്ഥമില്ല. ഇപ്പം നമ്മുടെ ബുദ്ധന്മാര്, സന്യാസികൾ, അവർ ചിലപ്പോൾ ഇങ്ങനെ സാധാരണ നമ്മളെ പോലെ അല്ല ജീവിക്കുക. അവർ ആ ഒരു കാഷായ വേഷമൊക്കെ ആണെങ്കിൽ ചിലര് സംസാരിക്കാതെ ജീവിക്കുന്നവരുണ്ട്, ചിലര് ഈ ഒരു ടൈപ്പ് ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ സാധാരണ ജീവിതം അല്ലാണ്ട് കുറച്ച് മാറി ജീവിക്കുക. അതൊരു റിലീജിയസിന്റെ ഭാഗമായിട്ടാണ്, ഒരു റിലീജിയന്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർ പറയുന്നതാണ് എന്ത്, ഹെർമിറ്റ്സുകൾ. ഓക്കെ. A person who withdraws from the world for religious reasons. ഓക്കെ, അതൊന്ന് മാറി, സന്യാസ ജീവിതം, അവരാണ് സന്യാസികളാണ്, ബേസിക്കലി സന്യാസികളാണ് ഹെർമിറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ്, എ ഡിസീസ് ദാറ്റ് ലാസ്റ്റ് എ ലോങ് ടൈം. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഡിസീസ്, അതാണ് ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് ദാറ്റ് ലാസ്റ്റ് എ ലോങ് ടൈം, ക്രോണിക് ഡിസീസസ്. ഓക്കെ. ഷുഗർ ഒക്കെ ക്രോണിക് ഡിസീസ് ആണ്, പെട്ടെന്നൊന്നും പോകത്തില്ല. ഓക്കെ, ഈ പേജിലെല്ലാം ഓക്കെ അല്ലായിരുന്നോ? ബിബ്ലിയോഫൈൽ, ലവർ ഓഫ് ബുക്സ്, ദെൻ ഹിപ്പോക്രൈറ്റ്, എന്താണ് പറയുന്നൊന്ന് ചെയ്യുന്ന വേറൊന്ന്, ഡെമോക്രസി, ഓംനിവോർ, ബെനഫാക്ടർ, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക, ആൾക്കാരെ എല്ലാവരും സഹായിക്കുന്ന ആൾക്കാർ, ജീവികളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ് ഫിലാന്ത്രോഫിസ്. ഓക്കെ. ചെരുപ്പ് കുത്തി, ഗോബ്ലർ, മ്യൂസിയം എന്തിനു വേണ്ടിയിട്ട്, ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സ് സൂക്ഷിക്കാൻ വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് മ്യൂസിയം. പേട്രിയറ്റ്, കൺട്രിയോട് അകമഴിഞ്ഞ സ്നേഹമുള്ളയാൾ. ദെൻ സന്യാസികൾ, ഹെർമിറ്റ്സ്, സാധാരണ വേൾഡിൽ നിന്ന് വിഡ്രോ ചെയ്ത് റിലീജിയസ് റീസൺസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത് ജീവിക്കുന്നതാണ്. ദെൻ ഡിസീസസ് ദാറ്റ് ലാസ്റ്റ് എ ലോങ് ടൈം ആണ് ക്രോണിക് ഡിസീസസ്. ഓക്കെ. അടുത്ത പേജ് നോക്കിയേ. A person who takes advantage of a situation for personal gain. ഒരു അവസരം വരുമ്പോഴേക്ക് അവന്റെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് ആ സിറ്റുവേഷനെ അഡ്വാൻറ്റേജ് എടുക്കുക, അങ്ങനെയുള്ള ആളുകളാണ് ഓപ്പർച്യൂണിസ്റ്റ്. ഓക്കെ. അവസരവാദികൾ, അവരാണ് ഓപ്പർച്യൂണിസ്റ്റ്. A person skilled in telling stories. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, തൽക്കാലം ഇവിടെ കിടക്കട്ടെ. സംഭവം ഇതാണ്, ഞാനിത് പറയുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് മോശമല്ല, അതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അടുത്ത നോക്കിയേ. എ പേഴ്സൺ ഹു സ്പീക്സ് മെനി ലാംഗ്വേജസ് ഫ്ലുവൻലി. പല ലാംഗ്വേജ്, 2 ലാംഗ്വേജ് പറയാവുന്ന ആൾക്കാരാണ്. അല്ല, 2 കൂടുതൽ ലാംഗ്വേജസ് അറിയാവുന്ന ആളുകൾ നമ്മൾ പഠിച്ചതാണ്. പോളിഗ്ലോട്ട്സ് ആണ്. ഇവിടെ നോക്കിയേ. എ പേഴ്സൺ ഹു സ്പീക്സ് മെനി ലാംഗ്വേജസ് ഫ്ലുവൻലി, പല ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാർ, അവരാണ് മൾട്ടി ലിംഗ്വൽസ്. ഓക്കെ. എ സയന്റിസ്റ്റ് ഹു സ്റ്റഡീസ് ഇൻസെക്ട്സ്, ഇൻസെക്റ്റുകളെ പറ്റി പഠിക്കുന്ന സയന്റിസ്റ്റ് എന്റമോളജിസ്റ്റ് ആണ്. ഇൻസെക്റ്റുകളെ പറ്റിയുള്ള, ചിലപ്പോ ഇങ്ങനെയായിരിക്കും ചോദിക്കാം, ഇൻസെക്റ്റുകളെ പറ്റിയുള്ള സ്റ്റഡി. ഇൻസെക്ട്സ് എന്താണ്? ചെറിയ പ്രാണികൾ, കീടങ്ങൾ. അവരെ പറ്റിയുള്ള സ്റ്റഡി എന്താണ്? എന്റമോളജി. അങ്ങനെ ഒരു സ്റ്റഡീസ് നമുക്ക് പഠിക്കാനുണ്ട്, എന്റമോളജി. അങ്ങനെ ഇൻസെക്ട്സിനെ പറ്റി പഠിക്കുന്ന സയന്റിസ്റ്റുകളാണെങ്കിൽ അത് എന്റമോളജിസ്റ്റ്. ഓക്കെ. ദെൻ അതാ നമ്മുടെ സാധനം വന്നു. എ പേഴ്സൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്, സോംനാംബുലിസ്റ്റ്. ഓക്കെ. ഉറക്കത്തില് നടക്കുന്ന ആള്. അടുത്ത നോക്കി. ഫൈല് വരുമ്പോ ഞാൻ പറഞ്ഞു, ഫൈല് വന്നു കഴിഞ്ഞാൽ അത് ലവർ ആയിരിക്കും. എന്താണ്, ഒരു പോസിറ്റീവ് മീനിങ് ആയിരിക്കും. ഇവിടെ നോക്കി. എ ലവർ ഓഫ് മ്യൂസിക്, മെലോഫൈൽ. ഓക്കെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ വേണമെങ്കിൽ മറ്റേ ഇത് അവിടെ ബയോ പോലെ വെക്കാം, മെലോഫൈൽ, ലവർ ഓഫ് മ്യൂസിക്. അടുത്ത നോക്കിയേ. എ പേഴ്സൺ ഹു സെൽസ്
മെഡിസിൻസ് അറിയാം. ഫാർമസിസ്റ്റുകളാണ് മെഡിസിൻസ് സെല് ചെയ്യുന്നത്. അടുത്ത നോക്കിയാൽ എ പേഴ്സൺ ഹു റൈറ്റ്സ് പോയംസ്. സിമ്പിൾ, പോയറ്റ്. അടുത്ത എ പേഴ്സൺ ഹു ടീച്ചേഴ്സ് ചിൽഡ്രൻ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പീഡിയാട്രിക്സ്, അല്ലെങ്കിൽ എന്താണ് പെഡോളജി, ഇങ്ങനെയൊക്കെ ഉള്ളതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു വേർഡുണ്ട് ഈ പെഡോ എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ഇവിടെ പെഡഗോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെഡോ എന്ന് പറയുന്ന വേർഡ് കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വേർഡ് നിങ്ങൾ ഒരു വേർഡ് ആ ഷോർട്ട് വേർഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു വേർഡിൽ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക അത് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, പേഴ്സൺ ഹു ടീച്ചേഴ്സ് ചിൽഡ്രൻ, കുട്ടികൾ. പെഡഗോഗ്, അവരാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്ന പേരാണ് പെഡഗോഗ്. ഓക്കെ. പീഡിയാട്രിക്സ്, കുട്ടികളെ ചികിത്സിക്കുന്ന ആ ശാസ്ത്ര ശാഖയാണ് പീഡിയാട്രിക്സ്. ഓക്കെ. അടുത്ത നോക്കിയേ, എ പ്ലേസ് വേർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ്. എല്ലാവർക്കും അറിയാം, മോർച്ചറി. ഓക്കെ, ഒരു പേജ് കൂടെ പഠിക്കാം, കുഴപ്പമില്ലല്ലോ, തർക്കമില്ലല്ലോ. ഓക്കെ, എ പ്ലേസ് വേർ ഫിഷ് ആർ കെപ്റ്റ്. ഓഫ് കോഴ്സ്, അക്വേറിയം. ഏവിയറി എന്തായിരുന്നു? ഏവിയറി എങ്ങനെ? ബേർഡ്സിനെ സൂക്ഷിക്കുന്ന ഏവിയറി, ഫിഷസിനെ സൂക്ഷിക്കുന്ന അക്വേറിയം. ഓക്കെ. എ പേഴ്സൺ ഹു നെവർ മേക്സ് മിസ്റ്റേക്സ്. ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഴ്സൺ ഹു നെവർ മേക്സ് മിസ്റ്റേക്സ് ഉണ്ടാക്കാത്ത ഒരു പേഴ്സണെ പറയുന്നതാണ് ഇൻഫാലിബിൾ. ഓക്കെ. എ പേഴ്സൺ ഹു ക്യാൻ എൻഡ്യൂർ പെയിൻ വിത്തൗട്ട് ഷോയിങ് ഫീലിങ്സ്. സ്റ്റോയിക് ആണ്. ഓക്കെ. വിത്തൗട്ട് പ്ലഷർ ഓർ പെയിൻ ആണ് അത് സ്റ്റോയിക് എന്ന് വെച്ചാൽ. ഭയങ്കര വിൽ പവർ ഉള്ള ആളാണ്. ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കത്തില്ല. എന്തേലും വേദന ഉണ്ടല്ലോ അതൊക്കെ സഹിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് സ്റ്റോയിക്കുകൾ. ഓക്കെ. പിന്നെ വേറെ ഒരെണ്ണം കണ്ടല്ലോ, സ്കെപ്റ്റിക് എന്തായിരുന്നു? പേഴ്സൺ ഹു ഡൗട്ട്സ് എവരിതിങ്, അതാണ് സ്കെപ്റ്റിക്. സ്റ്റോയിക് എന്താണ്? എത്ര വേദന എടുത്താലും പുറത്ത് കാണിക്കാത്ത ആളുകൾ സ്റ്റോയിക്കുകളാണ്. സാധാരണ വേദന മാത്രമല്ല, ഒരു ഇമോഷൻസും പുറത്ത് കാണിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് സ്റ്റോയിക്കുകൾ. ഇമോഷൻലെസ് ആണ്. ഇമോഷൻ ഉണ്ടാകും, പക്ഷെ അവർ പുറത്ത് കാണിക്കത്തില്ല. അടുത്ത നോക്കിയാൽ പേഴ്സൺ ഹു സ്റ്റഡീസ് എർത്ത്ക്വേക്സ്. ഇങ്ങനെ പറയുമ്പോൾ പേഴ്സൺ പറയുമ്പോൾ സീസ്മോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് മൈൻഡ് വരണം ആ സ്റ്റഡിക്ക് പറയുന്ന പേര് സീസ്മോളജി എന്നാണ്. എന്റമോളജി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ സ്റ്റഡിക്ക് പറയുന്ന പേര് സീസ്മോളജിയാണ്. ആ സ്റ്റഡി ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് സീസ്മോളജിസ്റ്റ്. ഓക്കെ. സീസ് കൂട്ടി വരുന്ന ഇതിന് വേണ്ടിയിട്ടാണ്, എർത്ത്ക്വേക്സിനെ ഡിനോട്ട് ചെയ്യാനാണ്. സീസ്മോഗ്രാഫ്, ഈ എർത്ത്ക്വേക്കിന്റെ ഇന്റൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നില്ല, ഇത്ര റിക്ടർ സ്കെയിലിൽ ഇത്ര രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്, അത് സീസ്മോഗ്രാഫ് വെച്ചിട്ടാണ് അളക്കുന്നത്. സീസ്മോഗ്രാഫ്, അതിനകത്ത് സീസ് ഉണ്ട്, സീസ്മോ. ഇവിടെ സീസ്മോളജിസ്റ്റ്, പേഴ്സൺ ഹു സ്റ്റഡീസ് എർത്ത്ക്വേക്ക്, ആ സ്റ്റഡിയാണ് സീസ്മോളജി. അടുത്ത നോക്കിയേ, എ സ്പീച്ച് മെയ്ഡ് ബൈ വൺ പേഴ്സൺ. ഓക്കെ. ഒരാള് അവിടെ നിന്ന് ഏകാന്ത നാടകം കളിക്കുകയാണ്, അതിന് പറയുന്ന പേരാണ് മോണലോഗ്. ഓക്കെ. ഇങ്ങനെ ഒരു സംഭവം അവതരിപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷൻ അവതരിപ്പിക്കുകയാണ് ഒരാൾ ഒറ്റയ്ക്ക് നിന്ന്, അപ്പൊ അതിനെ പറയുന്ന പേരാണ് മോണലോഗ്. എ സ്പീച്ച് മെയ്ഡ് ബൈ വൺ പേഴ്സൺ. ഓക്കെ, ഒരു ഷോ ആണ്. അടുത്ത നോക്കിയേ, എ പേഴ്സൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസസ്. അങ്ങനെ നാടോടികൾ എന്ന് പറയില്ലേ, അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് നൊമാഡ്. എനിക്ക് തോന്നുന്നു ആ ഒരു വേർഡിൽ നിന്നായിരിക്കും നാടോടികൾ എന്നൊക്കെയുള്ള വേർഡ് വന്നത്. നൊമാഡ്സ്, നാടോടികൾ. ചിലപ്പോൾ അല്ലായിരിക്കാം കേട്ടോ, അതിന്റെ നമുക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിനോട് വേണ്ടി പറഞ്ഞു. നൊമാഡ്സ്, നാടോടികളാണ്. പേഴ്സൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, നൊമാഡ്സ്. പേഴ്സൺ ഹു റിപ്പേഴ്സ് വാട്ടർ പൈപ്സ്, പ്ലംബർ, എല്ലാവർക്കും അറിയാം. പ്ലേസ് വേർ ബുക്സ് ആർ കെപ്റ്റ്. കണ്ടോ, സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷികളെ പറ്റി പഠിച്ചു, മീൻ പഠിച്ചു, ഇപ്പൊ ബുക്സ്, ലൈബ്രറി.
എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് മിസാന്ത്രോപ്പ് ആണ്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ പഠിച്ചല്ലോ. എ പേഴ്സൺ ഹു ലവ്സ് മാൻകൈൻഡ് അത് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഇവിടെയോ എ പേഴ്സൺ ഓക്കെ, എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ആണെങ്കിലോ അയാള് മിസാന്ത്രോപ്പ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, എ പ്ലേസ് വേർ ബീസ് ആർ കെപ്റ്റ് അതാണ് എപ്പിയറി. ഏവിയറി എപ്പിയറി തമ്മിൽ മാറിപ്പോവരുത്. ഏവിയറി എന്താണ്, പക്ഷികളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഏപ്പിയറി എന്ന് പറയുന്നത് ബീഫിനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അത് തേനീച്ചകളെ വളർത്തുന്ന ആ കൂടില്ല, അതിന് പറയുന്ന പേരാണ് എപ്പിയറി. ഓക്കെ, ഏവിയറി എപ്പിയറി. ഓക്കെ ആണല്ലോ. നമ്മൾ ഇന്ന് ഇത്രയാണ് പഠിക്കുന്നത്. ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഇപ്പം ഈ 60 വേർഡ്സ് നമ്മൾ ആദ്യം പഠിച്ച 30, ഇപ്പോൾ ഉള്ള 60, നമ്മുടെ മൊത്തം ഇപ്പൊ 60 വൺ വേർഡ്സ് ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം. ക്ലാസ്സിൽ കയറി എല്ലാവരുടെ കയ്യിൽ. ഓക്കെ ആണല്ലോ. ചുമ്മാ ഒന്നുകൂടെ പെട്ടെന്ന് വായിച്ചു നോക്കേ. ഫൈല് വന്നു കഴിഞ്ഞാല് ലവർ എന്നുള്ള അർത്ഥമാണ്, ഇഷ്ടമുണ്ട് എന്നുള്ള അർത്ഥം. ഫൈൽ, ബിബ്ലിയോഫൈൽ, ലവർ ഓഫ് ബുക്സ്. പിന്നെ നമ്മൾ പഠിച്ച ഫയൽ ഏതായിരുന്നു? ഫയൽ പഠിച്ചല്ലോ, മെലോ ഫയൽ. എന്താണ്? മ്യൂസിക്, ലവർ ഓഫ് മ്യൂസിക്. പേട്രിയറ്റ്, ഹെർമിറ്റ്സ്, ഹിപ്പോക്രൈറ്റ് ആരാ? ഓപ്പർച്യൂണിസ്റ്റ്, അവസരവാദികൾ. എന്റമോളജീസ്, മൾട്ടിലിംഗ്വൽസ്. എന്താണ് മൾട്ടിലിംഗ്വൽസും പോളിഗ്ലോട്ട്സും തമ്മിലുള്ള വ്യത്യാസം? പോളിഗ്ലോട്ട്സ് ആണ് കുറച്ചുകൂടെ അതിനകത്ത് പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള. എന്താ അത്? മോണോ വൺ, മൾട്ടി ടു. അതെ 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 അതെ. മൾട്ടി എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള അർത്ഥമല്ല, ഒന്നിൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ് മൾട്ടി. ഞാൻ ചോദിച്ചത് മൾട്ടിലിംഗ്വൽസും പോളിഗ്ലോട്ട്സും തമ്മിൽ നമ്മൾ പഠിച്ച പോളിഗ്ലോട്ട് എന്നുള്ള വേർഡ്. രണ്ടിനകത്തും ലാംഗ്വേജസിനെ സംബന്ധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പോളിഗ്ലോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ലാംഗ്വേജിൽ നല്ല പ്രൊഫഷന്റ് ആയിരിക്കും. ഒന്നിലധികം ലാംഗ്വേജിൽ അവർക്ക് അതിനകത്ത് നല്ലൊരു എന്താണ് ഒരു നോവൽ തന്നെ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരാണ് പോളിഗ്ലോട്ട്സ്. ആ ലാംഗ്വേജിൽ നല്ല അറിവായിരിക്കും, അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാം. ഇവിടെ മൾട്ടിലിംഗ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ലാംഗ്വേജിൽ ചിലപ്പോൾ ഒരു അങ്ങനെ ഒരു ലേഖന കാര്യങ്ങളൊന്നും എഴുതാനുള്ള കഴിവുണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ അവർക്ക് അത് നന്നായിട്ട് ലാംഗ്വേജ് രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരാണ് മൾട്ടിലിംഗ്വൽസ്. പോളിഗ്ലോട്ട്സും സെയിം തന്നെയാണ്, അവർക്ക് സംസാരിക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ അവർക്ക് അവർ ആ ലാംഗ്വേജ് നല്ല പാണ്ഡിത്യമുള്ള ആൾക്കാരായിരിക്കും. അതാണ് വ്യത്യാസം പോളിഗ്ലോട്ട്സും മൾട്ടിലിംഗ്വൽസും. ഓക്കെ, മറ്റേതും കറക്റ്റാണ്. മോണോ എന്ന് വെച്ചാൽ ഒന്നാണ്. മോണോലിംഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് മാത്രമേ അറിയാം. നമുക്ക് മലയാളം മാത്രം അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ മോണോലിംഗൽസ് ആണ്. നമുക്ക് മലയാളം, നമുക്ക് കുറച്ച് തമിഴ് അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അപ്പൊ വരുമ്പോൾ നമ്മളൊക്കെ ആക്ച്വലി മൾട്ടിലിംഗ്വൽസ് ആണ്. നമുക്ക് ഇതൊക്കെ സംസാരിക്കാൻ അറിയാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പോളിഗ്ലോട്ട്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ അത്രയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്റമോളജി, സീസ്മോളജി, സോംനാംബുലിസ്റ്റ്, സോംനിലോക്കിസ്റ്റ് നമ്മൾ പഠിച്ച മെലോഫൈല്, ഫാർമസിസ്റ്റ്, പെഡഗോഗ്, പെഡോ റിലേറ്റഡ് ടു ചിൽഡ്രൻ. ഓക്കെ, മോർച്ചറി, aquarium, infallible. A person who never makes mistakes, that is infallible. ജോയ്ക്ക് എന്താണ് ഇമോഷൻസ് പുറത്ത് കാണിക്കാത്ത ആളാണ്. വിത്തൗട്ട് പ്ലഷർ ഓർ പെയിൻ എന്ന് പറയും. സന്തോഷം ഉണ്ടായാലും അങ്ങനെ അധികം കാണിക്കാറില്ല. എസ്പെഷ്യലി പെയിൻ, വേദന സഹിച്ചും അവരെ ഫീലിങ്സ് മറച്ചു വെക്കും. അങ്ങനെയുള്ള ആൾക്കാർ. സീസ്മോളജി, മോണലോഗ്, നൊമാഡ്സ്, നാടോടികൾ, പ്ലംബർ, ലൈബ്രറി, മിസാന്ത്രോപ്പ്,
ഓക്കെ, ദെൻ എപ്പിയറി, ബീസ്. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ച മൊഡാൽസ് ഇന്ന് തീർത്തായിരുന്നു, അത് റിവൈസ് ചെയ്യുക. പിന്നെ അതിനിടയ്ക്ക് പഠിച്ച നമ്മൾ V1, V2, V3 ഡിഫറൻസ് വരുന്ന വേർഡ്സ് എസ്പെഷ്യലി അത് പഠിച്ചു. അത് നമുക്ക് സെന്റൻസ് കറക്ഷനിൽ അല്ലെങ്കിൽ എറർ സ്പോട്ടിങ്ങിനൊക്കെ കീവേഡ്സ് ആയിട്ട് വരുന്നതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ റിവിഷൻ ഉണ്ടാവും, ടെസ്റ്റ് പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഗ്രാമർ മൊഡാൽസ് കഴിഞ്ഞിട്ട് ജെറൻസ് ഇൻഫിനിറ്റീവ്സ് നമ്മൾ പഠിക്കാനുണ്ട്. നമ്മുടെ അതിന്റെ അതിന്റെ ടൈറ്റിൽ തന്നെ മൊഡാൽസ് ഇൻഫിനിറ്റീവ്സ് ജെറൻസ് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അത് നമ്മൾ ബാക്കി പഠിക്കുക, അത് കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് അടുത്ത ക്ലാസ് കൊണ്ട് അത് ചെയ്യും. പിന്നെ ഇതേപോലെ തന്നെ എന്നും നമുക്ക് വൊക്കാബുലറീസ് ഇങ്ങനെ റിവൈസ് ചെയ്തും പുതിയത് പഠിച്ചും ഒക്കെ മുന്നോട്ട് പോകണം. ഓക്കെ, പിന്നെ